അറബ് രാജ്യങ്ങളിലെ പ്രധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറിയുടെ അധ്യക്ഷതയിൽ അറബ് നേതാക്കളുടെ യോഗം ചേർന്നത്. ഫലസ്തീനിലെയും സിറിയയിലെയും നിലവിലെ അവസ്ഥയായിരുന്നു ചർച്ചയിൽ കൂടുതലും ഉന്നയിക്കപ്പെട്ടത്. 6 മാസത്തിനിടെ ഇത് 4ാമത്തെ തവണയാണ് യുഎസും അറബ് ലീഗ് നേതാക്കളും ഫലസ്തീൻ സിറിയ വിഷയം ചർച്ച ചെയ്യാൻ യോഗം ചേരുന്നത്. ഫലസ്തീൻ അതോറിറ്റിക്കായി $150 മില്യൺ ധനസഹായം കടമായി നൽകുമെന്ന് തുടർന്ന് നടന്ന വാർത്താസമ്മേളനത്തിൽ ഖത്തർ വിദേശകാര്യമന്ത്രി ഖാലിദ് അൽ അത്തിയ പ്രഖ്യാപിച്ചു. മറ്റ് അറബ് രാജ്യങ്ങളും ഇത്തരം ഉപകാരപ്രദമായ സഹായങ്ങളുമായി മുന്നോട്ട് വരണമെന്ന് ജോൺ കെറി ആവശ്യപ്പെട്ടു. Agreed to provide $150 million in urgently needed debt relief to the Palestinian Authority. And I'm very grateful to Khalid al-Attiyah for helping to make that happen. I'm confident that other Arab governments are currently evaluating and making their decisions, and there will be others who will join in this initiative as we go. മില്യൺ കണക്കിന് ജനങ്ങളാണ് ഗസയിൽ ജീവിക്കുന്നതെന്നും അവർക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നും എത്തിക്കാനുള്ള മാർഗം തുറന്നു വരേണ്ടതുണ്ടെന്നും യോഗത്തിൽ ചർച്ച ചെയ്തതായി ഖത്തർ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. സിറിയൻ വിഷയത്തിൽ ഖത്തറിന്റെ നിലപാട് മാറിയിട്ടില്ലെന്നും സിറിയയിലെ ജനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കും വരെ അവർക്കൊപ്പം ഖത്തർ നിലകൊള്ളുമെന്നും അൽ അത്തിയ കൂട്ടിച്ചേർത്തു. റമീസ് ചാത്തിയാറ, മീഡിയ 1.